റെഡ്മിയുടെ നോട്ട് 9 പ്രോ സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി നോട്ട് 9 പ്രോ സീരീസിൽ രണ്ട് ഫോണുകളാണ് വരുന്നത്. റെഡ്മി നോട്ട് 9 പ്രോയും പിന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ഫോണിൻ്റെ മുകൾ ഭാഗത്ത് സെൻട്രലായിട്ടാണ്. പിന്നെ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന Realme 6 Pro എന്ന ഫോണിലെ പോലെ ഈ ഫോണിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്നും ലഭിക്കുന്നില്ല. ഈ ഫോണിൽ സാധാരണ ഫോണുകളിൽ കാണുന്ന 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് 3D കർവ്ഡ് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഈ ഒരു ക്യാമറ മോഡ്യൂളിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനി ഔറ ബാലൻസ്ഡ് ഡിസൈൻ എന്ന് വിളിക്കുന്ന ഒരു ഡിസൈനുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് P2I കോട്ടിങ് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്. അവ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന Realme 6 Pro എന്ന ഫോണിൽ നമുക്ക് ഇതേ ഒരു പ്രോസസ്സറായിരുന്നു ലഭിച്ചിരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720G. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6GB റാമിൻ്റെ രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. അതിൽ ഒരു വേരിയൻറ്റിൽ നമുക്ക് 64GB ഇൻറ്റേണലും മറ്റൊരു വേരിയൻറ്റിൽ 128GB ഇൻറ്റേണലും ലഭിക്കുന്നുണ്ട്. പിന്നെ 8GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. ഈ ഫോൺ വരുന്നത് LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വൈഫൈ കണക്ഷനൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് 2x2 മിമോ വൈഫൈ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ISRO ഡെവലപ്പ് ചെയ്തിട്ടുള്ള നാവിക് എന്നുള്ള നാവിഗേഷൻ സിസ്റ്റം ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ Z-ആക്സിസ് വൈബ്രേഷൻ മോട്ടോറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും, അതായത് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസ് വരുന്നുണ്ട്. നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് റോ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ കഴിയും. പിന്നെ കളേഴ്സൊക്കെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോ കളർ എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 5020 mAhൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 6GB റാം 64GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയും 6GB റാം 128GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയും പിന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയുമാണ്. മാർച്ച് 25 മുതൽ ആമസോൺ വഴിയും അതുപോലെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔറോറ ബ്ലൂ, ഗ്ലേഷ്യർ വൈറ്റ്, ഇൻഡസ്റ്റെല്ലാർ ബ്ലാക്ക് എന്നീ 3 കളറുകളിലാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത്. അതും തരക്കേടില്ലാത്ത ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പിന്നെ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന Realme 6 Pro എന്ന ഫോണിൽ കണ്ടിരുന്ന 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും ടെലിഫോട്ടോ ലെൻസ് എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫോണിന് Realme 6 Proയേക്കാളും വില കുറവാണ്.